പറവൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ കെട്ടിടം നിലം പൊത്തിയിട്ട് 6 മാസം പിന്നിടുന്നു. പൊളിഞ്ഞു വീണ മേൽക്കൂരയും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നഗരസഭ സ്കൂളിലേക്ക് വാങ്ങി നൽകിയ ബെഞ്ചുകൾ മഴയും വെയിലും കൊണ്ട് നശിക്കുകയാണ്. പഴക്കം ചെന്ന ഈ കെട്ടിടം എത്രയും വേഗം ലേലം ചെയ്ത് പൊളിച്ചു മാറ്റുകയാണ് വേണ്ടതെന്ന് സ്വതന്ത്ര കൗൺസിലർ ജോബി പഞ്ഞിക്കാരൻ. പറവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം നിലംപൊത്തി 6 മാസമായിട്ടും പൊളിഞ്ഞു വീണ മേൽക്കൂരയും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നില്ലെന്നാണ് ആരോപണം. കെട്ടിടത്തിലുണ്ടായിരുന്ന ഒട്ടേറെ കസേരകളും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ വാങ്ങി സ്കൂളിലേക്ക് നൽകിയ ബെഞ്ചുകളും തകർന്നു വീണ മേൽക്കൂരയുടെ അടിയിൽ കിടന്ന് മഴയും വെയിലും കൊണ്ട് നശിക്കുകയാണെന്നും ആരോപണമുണ്ട്. 100 വർഷത്തിലേറെ കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര മെയ്യിലാണ് തകർന്നു വീണത്. ജീർണാവസ്ഥയിലായിരുന്നതിനാൽ ഈ കെട്ടിടത്തിൽ ക്ലാസുകൾ നടത്തിയിരുന്നില്ല. പഴക്കം ചെന്ന ഈ കെട്ടിടം ഇനി ഉപയോഗപ്രദമാക്കാൻ കഴിയില്ലെന്നും എത്രയും വേഗം ലേലം ചെയ്ത് പൊളിച്ചു മാറ്റുകയാണ് വേണ്ടതെന്നും സ്വതന്ത്ര കൗൺസിലർ ജോബി പഞ്ഞിക്കാരൻ പറഞ്ഞു. നഗരസഭയുടെ ഭാഗത്തു നിന്ന്, എഞ്ചിനീയറിംഗ് വിഭാഗത്തു നിന്ന് മെല്ലെ പോക്ക് സമീപനമാണ്. ഈ പകുതി പൊളിഞ്ഞു വീണ കെട്ടിടത്തിനകത്തേക്ക് നമ്മുടെ ഈ കുട്ടികൾ ആരെങ്കിലും കയറി ചെന്ന് അതിന്റെ ബാക്കി ഭാഗം കൂടി അവരുടെ ദേഹത്ത് വീണ് അപകടം സംഭവിച്ചാൽ ആരാണ് അതിന് ഉത്തരവാദിത്വം പറയുക? ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ആ കുട്ടികൾക്ക് സംഭവിച്ചാൽ അവരുടെ കുടുംബത്തിനല്ലേ നഷ്ടം, ഈ സമൂഹത്തിനല്ലേ നഷ്ടം? പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂളിൽ നിന്നും നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും കെട്ടിടം ലേലം ചെയ്യാനുള്ള നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും തകർന്നു വീണ അവശിഷ്ടങ്ങൾ നീക്കി നഗരസഭ നൽകിയ ബെഞ്ചുകളും മറ്റും സംരക്ഷിക്കുന്ന കാര്യത്തിൽ സ്കൂൾ അധികൃതർക്കും വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. നമ്മളുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് മെയ് മാസത്തിൽ തന്നെ നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ്. അതിനുശേഷം 7-ാം മാസവും അവർ കത്ത് നൽകിയിട്ടുണ്ട്. ഈ പൊളിഞ്ഞ കെട്ടിടം അവിടെ നിന്ന് തന്നെ അപകടാവസ്ഥയിലുള്ള അവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്ത് അതിനടിയിൽപ്പെട്ടിരിക്കുന്ന ഉപയോഗയോഗ്യമായ ബാക്കി ബെഞ്ചും ഡെസ്കും ഒക്കെ മാറ്റി സംരക്ഷിക്കാൻ. ന്യൂസ് ബ്യൂറോ, പറവൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,